ഹലോ എവ്രി വൺ. എൻ്റെ പേര് ആൻ അനീഷ്. ഞാൻ പൂനെയിലാണ് താമസിക്കുന്നത്. നേറ്റീവ് തിരുവല്ല, കേരള. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ കൂടെ ഒരു ഇൻസിഡന്റ് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ഇന്നുണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിൽ വന്നപ്പം തിരിച്ചു വരാൻ നേരം ഞാൻ തോംസൺ ബേക്കറി മഞ്ഞാടി തിരുവല്ലയിൽ കയറി ഞാൻ കുറച്ച് ഈറ്റബിൾസ് മേടിച്ചായിരുന്നു. ഇത് ഈറ്റബിൾസ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഹാൻഡ് ബാഗേജിനകത്ത് വെച്ച്, ഞാൻ ചെക്ക് ഇൻ ബാഗിനകത്തല്ല വെച്ച്. കൊച്ചി എയർപോർട്ടിൽ വന്നപ്പം സെക്യൂരിറ്റി ചെക്കിനിൽ അവർക്ക് ഈ ബാഗിനകത്ത് ഒരു മെറ്റൽ ഡിറ്റക്ട് ചെയ്ത് പറഞ്ഞ് എന്നെ അവർ ഹോൾഡ് ചെയ്തു. എന്നിട്ട് എൻ്റെ ബാഗ് എല്ലാം അവർ ചെക്ക് ചെയ്തു. അവർ നോക്കിയപ്പം എല്ലാം ഈറ്റബിൾസാ. ഒന്നും അവർക്ക് മനസ്സിലാവുന്നില്ല ഈ മെറ്റൽ പീസ് എവിടാന്ന്. എന്നിട്ട് അവർ എന്നെ സസ്പെക്ട് ചെയ്തു, അല്ല ഈറ്റബിൾസ് ആണല്ലോ, അപ്പൊ ഇത് എവിടാ വെച്ചേക്കുന്നതെന്ന്. അപ്പൊ എന്നെ ഒരു സസ്പെക്ട് അല്ലെങ്കിൽ സംതിങ് ഐ എം ഹൈഡിങ് അങ്ങനത്തെ ഒരു രീതിയിൽ അവർ എന്നെ നോക്കിയും എന്നോട് സംസാരിച്ചും. അവരുടെ തെറ്റല്ല, ബിക്കോസ് ദിസ് ഇസ് ദ ഡ്യൂട്ടി. എന്നിട്ട് അവർ പിന്നെയും എന്റെ ബാഗ് എല്ലാം ചെക്ക് ചെയ്തിട്ട് അവർക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് അവർ ഓരോ പ്രൊഡക്റ്റും സ്കാനിനകത്ത് ഇട്ടപ്പം അവർക്ക് ഒരു പീനട്ട് പാക്കറ്റ്, ഈ പീനട്ട് പാക്കറ്റ് സീൽഡ് പീനട്ട് പാക്കറ്റ് ആയിരുന്നു. ഇത് തോംസൺ മഞ്ഞാടിന്ന് മേടിച്ച 250 ഗ്രാംസിന്റെ പീനട്ട് പാക്കറ്റിനകത്ത് അവർക്ക് ഡൗട്ട് വന്നിട്ട് അവർ എന്നെ പിന്നെയും ക്വസ്റ്റ്യൻ ചെയ്തു, ഇതിനകത്ത് എന്തോ വെച്ചേക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ഇങ്ങനെ കടയിൽ നിന്ന് മേടിച്ച്, ഞാൻ ഒന്നും വെച്ചിട്ടില്ല, യു പീപ്പിൾ ചെക്ക്. അപ്പൊ അവർ എന്നോട് പറഞ്ഞു, ഓപ്പൺ ദിസ് സീൽ. സീൽ അവരുടെ മുന്നേ വെച്ച് ഓപ്പൺ ചെയ്തപ്പോ എനിക്ക് കിട്ടിയ ഇത്രയും വലിയ ഒരു നട്ട് ബോൾട്ടാണ്. ഓക്കെ, ഈ നട്ട് ബോൾട്ടിന് ഇങ്ങനെ ഇതായോണ്ട്, ഹോൾ ഉള്ളതുകൊണ്ട് കപ്പലിന്റെ ഒക്കെ ഇതിനകത്ത് കയറി ഇത് ഹൈഡായി വെളിയിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇറ്റ് വാസ് ഹിഡൻ ഇൻസൈഡ് ദാറ്റ്. അപ്പം എന്നിട്ട് അവർ ഇത് എക്സാമിൻ ചെയ്തിട്ട് എനിക്ക് തിരിച്ചു തന്നു. മാഡം, യു ഷുഡ് കംപ്ലെയിൻ ദിസ്, ഇത് വിടലെന്ന് പറഞ്ഞ് എനിക്ക് സാധനങ്ങളെല്ലാം തിരിച്ചു വന്നു. എന്റെ ക്വസ്റ്റ്യൻ ഇസ്, 250 ഗ്രാംസിൽ ഇത് ഞങ്ങൾ വേ ചെയ്തപ്പോൾ ഇത് 50 ഗ്രാംസ് ഉണ്ട്. 50 ഗ്രാംസിന്റെ റസ്റ്റഡ് ഒരു ബോൾട്ട് ഇതിനകത്ത് ഓൺ പർപ്പസ് ആണോ ബൈ മിസ്റ്റേക്ക് ആണോ, വി ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഇസ്. Now what happened, 5 മണിക്ക് ഞാൻ സെക്യൂരിറ്റി ചെക്കിനിൽ വന്നിട്ട് 5:45 വരെ അവർ എന്നെ ഹോൾഡ് ചെയ്തു. ബിക്കോസ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ബിക്കോസ് ഒത്തിരി ഈറ്റബിൾസ് ആ ബാഗിനകത്ത് ഉണ്ടായിരുന്നു. ഒരു 4 to 5 kgs ഓഫ് ഈറ്റബിൾസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു 45 മിനിറ്റ്സ് എനിക്ക് എടുത്തു. അവർ എന്നെ സസ്പെക്ട് ചെയ്തു, ഹ്യൂമിലേറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം എന്നെ നോക്കാൻ തുടങ്ങി. They started looking at me, staring at me, a kind of an embarrassing moment for me. Now, to be very frank, because of COVID season, ഈ സാധനങ്ങളെല്ലാം വെളിയിട്ടിട്ട് തിരിച്ചു വെക്കാൻ എനിക്ക് പേടി. പിന്നെ ഓരോന്ന് ഇരുന്ന് ഞാൻ സാനിറ്റൈസ് ചെയ്തു. ആക്ച്വലി ഐ വെന്റ് ത്രൂ എ ലോട്ട് ഇൻ ദാറ്റ് 40-45 മിനിറ്റ്സ്. എന്നിട്ട് ഐ എം നോട്ട് എ നോർമൽ പേഴ്സൺ. നോർമൽ പറയാൻ എനിക്ക് ഹെൽത്ത് കണ്ടീഷൻ അത്രയും എന്റെ നല്ലതല്ല. 3 വർഷം മുമ്പേ ഞാൻ എന്റെ ലങ്സ് ബ്ലീഡായിട്ട് 3 മന്ത്സ് ഞാൻ വെന്റിലേറ്ററിലായതുകൊണ്ട് എനിക്കൊരു ബ്രീതിങ് ഇഷ്യൂസും ഉണ്ട്. അപ്പൊ മാസ്ക് ഒക്കെ ഇട്ട് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത് ഈ ടെൻഷൻ കാരണം എനിക്ക് ഐ ബിക്കം വെരി അൺകംഫർട്ടബിൾ. അപ്പോഴത്തേക്ക് എന്റെ 6 o'clock ഫ്ലൈറ്റാ. 5:45 വരെ ഞാൻ അവിടെ നിൽക്കുക. അപ്പോഴത്തേക്ക് എന്റെ പേജിങ് കോൾ സ്റ്റാർട്ടായി എനിക്ക് വേണ്ടി. എനിക്ക് പെട്ടെന്ന് നടക്കാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാവും. ഒത്തിരി ഫാസ്റ്റ് ആയിട്ട് നടക്കാൻ പറ്റത്തില്ല ബിക്കോസ് ഓഫ് ദ ഹെൽത്ത് ഇഷ്യൂസ്. I was the last one to board the flight. ഞാൻ ആ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തപ്പം people all started looking at me as if I did something wrong. So I hope നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നത്. It was not a pleasant situation for me. It was very bad. And I got very pissed off, irritated, embarrassment, allam frustration, Allah, and I could not even talk. My sound was also not coming out because of all the stress. My legs got swollen up, everything happened. Now by 7:15 I reached Pune. I decided to call up Thompson Manyadi. ഞാൻ അവരെ വിളിച്ചപ്പോൾ അവിടുത്തെ ലോക്കൽ പേഴ്സൺ എടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ വാട്സാപ്പ് ഒന്നും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് വാട്സാപ്പ് താൻ എനിക്ക് അയച്ചു തരണം. വാട്ട് ഈസ് ഐ ഗോട്ട് ഫ്രം യുവർ പാക്കറ്റ്. ഇല്ല, ഞങ്ങൾ ഹയർ അതോറിറ്റീസിന് പറയാം, ആരെങ്കിലും വിളിക്കും, നാളെ രാവിലെ വിളിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അവർ ഇമ്മീഡിയറ്റ്ലി എന്നെ വിളിച്ചു. ആരാണ്ട് ഒരു പ്രൊഡക്ഷൻ മാനേജർ എന്നെ വിളിച്ചിട്ട് പുള്ളി ഒത്തിരി എന്നോട് സോറി ഒക്കെ പറഞ്ഞു. എന്നിട്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്തു, മാഡം കംപ്ലൈന്റ് ചെയ്യല്, ബിക്കോസ് ഇവിടെ ഒത്തിരി പാവങ്ങളാ വർക്ക് ചെയ്യുന്നേ, അവരുടെ ജോലി ഹാമ്പർ ആവും, അങ്ങനെ മാഡം ഉദ്ദേശിക്കുന്ന പോലല്ല. ഞാൻ പറഞ്ഞു, ഐ ആം നോട്ട് ഗോയിങ് ടു ടേക്ക് യുവർ ലിറ്റിൽ സോറി ബിക്കോസ് ഐ വാണ്ട് യു ടു ബി പണിഷ്ഡ്. ദർ ഷുഡ് ബി എ പിഞ്ച് യു ഷുഡ് ഗെറ്റ്. അപ്പൊ അവർ എന്നെ ഒത്തിരി കൺവിൻസ് ചെയ്തു, മാഡം അങ്ങനെ ചെയ്യല്, സോഷ്യൽ മീഡിയയിൽ ഇടല്, അങ്ങനെയൊക്കെ എന്നോട് ഒത്തിരി ഇങ്ങനെ പ്ലീഡ് ചെയ്തു. Then അപ്പോഴത്തേക്ക് രാത്രി ആയിരുന്നു. നെക്സ്റ്റ് ഡേ അഗൈൻ he called me. He tried to convince me not to put and all that. അപ്പോൾ ഞാൻ പറഞ്ഞു, okay, if you don't want me to complain,
how will you compensate? You have to compensate because ഞാൻ അനുഭവിച്ച ഒരു ഫ്രസ്ട്രേഷനും ഒരു ഇറിറ്റേഷനും ഒരു ഹ്യൂമിലേഷനും with your sorry it is not going to surface, like, it is not going to happen. So I need to satisfy myself, so you need to compensate. So they asked me, what do you expect? I said, I don't have any expectation. You tell me, how are you going to handle and how are you going to deal it? Because this is my first time. Or are you looking for something cash? I said, I don't know. You tell me. I don't know how are you going to compensate. Then he said, I will talk to my owner and I will get back to you. So next day morning, he called me. That is yesterday. That is 6th of Feb. He called me in the morning and told me they are ready to compensate. Give me your account number. I said, what are you going to compensate? How are you going to compensate? So he said, we will transfer you 5,000. I said, I don't need your 5,000. Okay, taking 5,000 and not complaining and not taking it forward, it will be cheap on my part. Like, for 5,000 rupees, I'm not making it public. Then he said, I will give you 20,000. I said, sorry, 20,000 for, the Thompson will never get a pinch for 20,000. And even I told, I don't need money. If at all you're planning to give me any money, I will definitely do this as a charity because I don't need such money for anything. അപ്പോൾ അവർ പറഞ്ഞു ഓണർ തരത്തില്ല, ഇത് എംപ്ലോയീസിന്റെ സാലറിന്ന് പോവും, പാവങ്ങളാ അങ്ങനൊക്കെ. So I asked him what kind of a owner he is. Like when a situation has come, how can he tax his employees? That is so immoral. That is so unethical that, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ you are asking your employees to pay from their pocket or compensate. According to me, it is wrong because what I understand, Thompson is really doing good. They have in the COVID സമയത്തും around 3 to 4 centers are open chedu. If they are flourishing, it is only because of their employees' hard work. And if they are trying to tax at this difficult situation, I don't think it is acceptable, first of all. And I said, I don't need money. Let me go forward. Then he said, okay, let me talk and I will get back. I said, I am not going to wait now because it's already a third day. So you let me know by afternoon. Then or else I will proceed with what I want to do. So this man, I called him at the evening. His phone is switched off. Okay. I called up the another production manager. He said, okay, I will talk to him and I will ask him to call you back. And I will call you back. After half an hour, his phone was also switched off. Okay. I got more pissed off. I said, this is not the way to handle. So I took the number of the owner from the net and I messaged the owner directly. Thinking that he's not aware about it. So there is a mail ID on this customer care. Mail ID, customer care, mail ID. So I have mailed the second, that is day before yesterday. I mailed them also detailing what happened with the evidence. But ഇതുവരെ എനിക്ക് ആരും റിപ്ലൈ ചെയ്തിട്ടില്ല. എന്നിട്ട് ഈ ഓണർക്ക് ഞാൻ മെസ്സേജ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു മെയിലിന്റെ എല്ലാം. പുള്ളി എനിക്ക് റെസ്പോണ്ട് ചെയ്യുന്നില്ല. So ഞാനപ്പം ചോദിച്ചു, why are you not responding? He's seeing the message but he's not responding. Okay. Then I decided to call him. ഞാൻ വിളിച്ചപ്പം പുള്ളി എന്റെ ഫോൺ എടുത്തു. ആരെ എടുത്ത് എനിക്കറിയത്തില്ല. എടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഡ്രൈവറെ സംസാരിക്കുന്ന, പുള്ളി പള്ളിയില്ല. ബട്ട് ഐ റിയലൈസ് ദാറ്റ് ഇസ് ഫോൾസ്. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് വാസ് ട്രൂ. ബിക്കോസ് നമ്മൾ ഈ വന്ന കാലത്ത് ഒരു ഹസ്ബൻഡ് വൈഫും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ കൊടുക്കത്തില്ല. ഹൗ കം ഈസ് ഗിവിംഗ് ദ ഡ്രൈവർ ടു അറ്റൻഡ് ദ ഫോൺ? ഐ ഫൈൻഡ് ഇറ്റ് ഫണി. ഓക്കെ. അപ്പൊ പക്ഷെ പുള്ളി മെസ്സേജസ് എല്ലാം കാണുന്നുണ്ട് പള്ളിയിലാണെങ്കിലും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 2 minutes കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വിളിച്ചപ്പം പുള്ളിയുടെ കോൾ വെയിറ്റിംഗ് ആയിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ വിളിച്ചപ്പോൾ പുള്ളി എന്റെ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, മലയാളത്തിൽ സംസാരിക്കണം, ഹി ഈസ് നോട്ട് കംഫർട്ടബിൾ വിത്ത് ഇംഗ്ലീഷ്. സോ ഐ സെഡ്, ഐ ആം നോട്ട് സോ കംഫർട്ടബിൾ വിത്ത് മലയാളം, ബട്ട് ഐ സ്റ്റിൽ spoke to him in Malayalam. Now this person was so rude. He is like, ഇതൊക്കെ സംഭവിക്കും, ഇത് നിസ്സാര കാര്യം, not a big deal. I said, how can you talk like this? It's not, I said, the humiliation, the embarrassment I suffered at the airport, that is normal. അത് എല്ലാവർക്കും സംഭവിക്കുന്നയാ. ഞാൻ പോയപ്പോഴും എന്റെ ബാഗിൽ ഒരു സിസ്റ്റർ വന്നിട്ട് എന്നെ അവർ ഹോൾഡ് ചെയ്തായിരുന്നു. I think he's not understanding this is not, it was a matter which was unidentified. Okay, he's not understanding the seriousness of the issue. Okay, he's like, it's normal. How can he talk like this? I really don't understand. And he didn't speak to me properly and he cut the phone. And moreover, he told me, I am doing this for money. I told his production manager also, I don't need money. I told him also, I have lot of money. I don't need your money.
I told him this. I said, ours is a hard-earned money, not cheating people. Now, after all this, see, the situation has happened, but how are they handling it? Okay, and moreover, they're trying to blame me. Maybe he doesn't know me. That's why, but this is not the way to handle a situation. Okay, so I said, I will come, you do whatever you want to do. None of my concern. This is how literally he spoke. And I even got to know, now when I post this in public, there are a lot of friends who is telling this has happened with us also. Not the similar case, but a food adulteration. They had an upset stomach when they ordered it from there. A lot of things. Because we are letting it go, they are doing it again and again. I don't know how to handle this and why these people are surviving, and these people are opening more and more and more branches in Kerala city, and because we have no time to go behind it, we are just keeping quiet. So I seriously think this is not the way he should respond, and there should be some punishment and some action on him. And I'm just wondering what kind of a leader he is. When a crisis comes, the leader should take the responsibility. Today morning, his production manager messages me that he's been sacked. Now, I don't know whether he's telling the truth or that's the fact, but he messaged me. I have his message saying he's been sacked from the job. This is so wrong. What is he doing? This is totally unacceptable. If my company is flourishing, it's all because of my employees. Now, when a crisis came, he's not taking the responsibility, which I feel the owner itself is so unethical, and I'm not ready to forego this because I now feel this is on purpose, or else they would have handled it properly. So why I'm making this video, I need your support. I want this video to be shared to the maximum people. Let people be aware, because I know a lot of people like us from foreign countries and other cities come and buy from this shop, and we travel to our cities, and this is how the problem namakku varan problem nammade thalil varum, like I never even imagined like something like this will happen. So thank you so much for listening to me. I request you all to share my video and make it viral and public. Let it reach to maximum people.